2016 അധികാരത്തിൽ വന്ന പിണറായി വിജയൻ അന്ന് മെയ് മാസത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ പിന്നിലുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളൊക്കെ നടക്കുന്നത് അവിടെയാണ്. അവിടെ വച്ചായിരുന്നു ജനകീയനായ പിണറായി വിജയനും സത്യപ്രതിജ്ഞ ചെയ്തത്. വലിയ ആൾക്കൂട്ടവും ആരോ ഒക്കെ ആയിരുന്നു. അത് കണ്ടവരൊക്കെ പറയുന്നുണ്ട് 1957 ഓർമ്മിച്ചു പോയി. എം ശങ്കരൻ നമ്പൂതിരിപ്പാട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ഒരവസരം. മലയാളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ OV വിജയൻ എഴുതിയ ഒരു ലേഖനത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്, അതിൻ്റെ തലക്കെട്ട് ഘോഷയാത്രകളിൽ എന്നോ മറ്റോ ആണ്. അദ്ദേഹം അന്ന് മദിരാശിയിൽ കോളേജ് അധ്യാപകനായി ജോലി ചെയ്യുകയാണ്. ഇന്നത്തെ പോലെയൊന്നും വാരിക്കോരിയ അവധിയൊന്നും ലഭിക്കത്തില്ലാത്ത ഒരു കാലം. അദ്ദേഹം 2 ദിവസത്തെ ലീവ് എടുത്ത് നാട്ടിലേക്ക് വരാനായിട്ട് അപേക്ഷ കൊടുത്തു. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കണം. EMS അധികാരമേൽക്കുന്ന ആ വർഷം. അതിനവിടെ അദ്ദേഹം ലീവിൻ്റെ റീസൺ കാണിച്ചത് ഞങ്ങളുടെ നാട്ടിലെ ഒരു ഉത്സവം എന്നാണ്. അപ്പം വലിയൊരു ഉത്സവാന്തരീക്ഷത്തിലാണ് അത്തരത്തിലൊരു ജനങ്ങൾ അതിനെ ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് OV വിജയൻ അദ്ദേഹം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ലേഖനത്തിൽ. അപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു. ആ പ്രതീക്ഷയൊക്കെ തന്നെ പിന്നീട് തകരുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ ONV പിന്നീട് എഴുതിയത് എവിടെയാ വാഗ്ദത്ത ഭൂമി എന്ന്. അതിപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നീട് കാലം എത്രയോ കഴിഞ്ഞു. അങ്ങനെ പല പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് പാർട്ടി മറ്റൊരു തരത്തിലൂടെ വളരാനൊക്കെ തുടങ്ങി. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞു, സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇവിടെ ഒരവതാരങ്ങളെയോ അടുപ്പിക്കില്ല. അതിനു മുമ്പ് അവതാരങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. ആ അവതാരങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് UDFനെ പരാജയപ്പെടുത്തി LDFനെ വിജയിച്ച് കയറി വരാൻ കഴിഞ്ഞത്. പിന്നീട് ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ കൂടിയവരെയും ടെലിവിഷനിലൂടെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കണ്ടവരെയും ഒക്കെ തന്നെ രോമാഞ്ചം കൊള്ളിപ്പിച്ചു. അത് ആ രോമാഞ്ചം കൊള്ളിപ്പിക്കലൊക്കെ അധികകാലം അങ്ങോട്ട് നീണ്ടു നിന്നില്ല. അപ്പോൾ തന്നെ നമുക്ക് വെറുപ്പും തുടങ്ങി എന്നുള്ളതാണ്. ജനങ്ങളെ പിന്നീട് അദ്ദേഹം ആട്ടിപ്പായിക്കാൻ തുടങ്ങി. പരാതിയുമായിട്ട് ചെല്ലുന്നവരെ ആട്ടിപ്പായിക്കുക, മാധ്യമ പ്രവർത്തകരോട് ഇറങ്ങിപ്പോകൂ എന്നൊക്കെ പറയുക. അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയിൽ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും നല്ല 4 വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കയറി അതിൽ ഇടപെടുക. നല്ല പ്രസംഗം കാഴ്ചവെച്ചാൽ അവതാരകനോ അവതാരികയോ ഒക്കെ അതിനൊരു നന്ദി പറയുമ്പോൾ അമ്മാതിരി കമൻ്റ് ഒന്നും വേണ്ട എന്ന് പറയുക. അപ്പം എന്തിനും ഏതിനും ആരെയും വെല്ലുവിളിക്കുകയും തിരിച്ചടിക്കുകയും ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക് അങ്ങ് മാറി. 2021 തുടർഭരണം കൂടി കിട്ടിയപ്പോൾ അതതിൻ്റെ ഒരു പാരമ്യത്തിൽ അങ്ങ് എത്തുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെയാണിപ്പോൾ ജനം ഈ വെറുത്ത് അങ്ങേയറ്റം എത്തിയപ്പോഴാണ് പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞത്. ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ പാർട്ടിക്കേറ്റ തിരിച്ചടി, അതിലൂടെ ഹൈന്ദവരുടെ വോട്ടുകൾ മുഴുവൻ BJPയിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അതിന് പ്രായച്ചിത്തമെന്നവണ്ണം പമ്പയിൽ അയ്യപ്പ ഭക്തരുടെ സംഗമം, അതിൽ അയ്യപ്പൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു, പമ്പയിൽ കുളിക്കുന്നു എന്നു വേണ്ട ആകെ കൂടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാനുള്ള ഒരു തത്രപ്പാടിലാണ്. വള്ളിക്കാവിലെ അമൃതാനന്ദമയ്യെ നേരിട്ട് കാണാനായിട്ട് മന്ത്രിസഭയിലെ ചിലരൊക്കെ എത്തുന്നു. അങ്ങനെ
ഹൈന്ദവരെ ഏതൊക്കെ തരത്തിൽ പ്രീണിപ്പിച്ച് നിർത്താമോ ആ തരത്തിലുള്ള എല്ലാ നീക്കങ്ങളുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇങ്ങ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് മുഖ്യമന്ത്രി ഇതാ പുതിയ ഒരു പരിപാടി കൂടി തുടങ്ങിയിരിക്കുകയാണ്, CM വിത്ത് മീ. അതിനടുക്ക പോകുന്ന അപ്പോൾ സൂക്ഷിച്ചു വേണമെന്നായിരിക്കണം. അപ്പൊ കാരണഭൂതൻ തെരുവിലിറങ്ങാൻ പോവുകയാണ്. പണ്ട് നമുക്കറിയാം, ഈ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തി. അത് മണിക്കൂറുകളോളം നീണ്ടു നിന്നു. അദ്ദേഹത്തിന് ചുറ്റും ആൾക്കൂട്ടവും ആരവവും. ഉമ്മൻചാണ്ടിയുടെ ചുറ്റിനും എപ്പോഴും ആൾക്കൂട്ടമേ ഉണ്ടായിട്ടുള്ളൂ. ആൾക്കൂട്ടത്തിൽ ചേരാതെ ഉമ്മൻചാണ്ടിക്ക് നിലനിൽപ്പില്ല എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൗഢി എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഇതാ CM വിത്ത് മീ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് പലതരത്തിലുള്ള ഇടപാടുകളൊക്കെ നടത്തി നോക്കി. നവകേരള സദസ്സ്, കേരളത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരു ലക്ഷറി വണ്ടിയിൽ മന്ത്രിസഭാംഗങ്ങളെല്ലാം കൂടെ തിന്നുകൊഴുത്തു വരുന്നു. ഇത് അവിടെ നിർത്തുന്നു. ഇത് കയറാൻ വേണ്ടിയിട്ട് പല ഗവൺമെൻറ് സ്കൂളുകളുടെയും മതിലും ഒക്കെ ഇടിച്ച് ആണ് അത് കയറ്റിയിടുന്നത്. അപ്പോൾ അങ്ങനെ വലിയ ഇതൊക്കെ ഉണ്ടാക്കി. ഇപ്പം അത് മ്യൂസിയത്തിലേക്ക് കയറ്റുമെന്നാണ് പറഞ്ഞത്. ഏതായാലും അത് മ്യൂസിയത്തിൽ കയറ്റിയിട്ടുമില്ല. അപ്പോൾ ആ മ്യൂസിയത്തിൽ കയറ്റാതെ കിടക്കുന്ന ആ വണ്ടിയിൽ ഇരുന്നു കൊണ്ടായിരിക്കാം ഒരുപക്ഷെ CM വിത്ത് മീ എന്നുള്ള പരിപാടിയുമായിട്ട് ഇവർ ഇറങ്ങിയിരിക്കുന്നത്. സർക്കാരിനോടൊപ്പം ജനങ്ങളെയും കൂട്ടച്ചേർക്കുന്നു, ജനങ്ങളോടൊപ്പം സർക്കാരും ചേരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. എന്തായാലും അതിഗംഭീരമായ ഒരു PR ടീം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. 2026 ഒരു ഭരണം കൂടി വേണം LDFന്. അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത് അത്യാവശ്യമാണ്. പാർട്ടിക്ക് അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. CPM നയിക്കുന്ന LDFല് അതിലെ ഒരു പ്രധാന ഘടകകക്ഷിയായ CPI പറയുന്നത് 3ാം വട്ടം ഭരണം വേണ്ടേ വേണ്ട. കാരണം ഇപ്പോൾ തന്നെ അറിയപ്പെടുന്നത് LDFന്റെ ഭരണം എന്നല്ല, പിണറായി വിജയന്റെ മന്ത്രിസഭ, പിണറായി സർക്കാർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഒരിക്കലും അങ്ങനെ ഒരാളുടെ പേരിൽ വ്യക്തി കേന്ദ്രീകൃതമായി പോയിട്ടില്ല. അതിനെയാണ് CPI ചോദ്യം ചെയ്യുന്നത്. CPIയുടെ ചോദ്യം ചെയ്യലൊക്കെ എവിടെ വരെ പോകും നമുക്കറിയാം. കിണറ്റിൽ കിടക്കുന്ന തവളയ്ക്ക് കുന്നിനു മീതെ പറക്കാൻ മോഹം, പക്ഷെ അത് നടക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു 3ാം വട്ടം അധികാരത്തിൽ വരണം എന്നുള്ളത് എന്തുകൊണ്ട് മാത്രമാണ്? ഒന്ന്, പിണറായി വിജയൻ അധികാരത്തിൽ ഇരിക്കണം ഒരിക്കൽ കൂടി. അധികാരമില്ലാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് പാർട്ടിക്കകത്ത് തന്നെ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യൽ തുടങ്ങും. അധികാരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നാട് നീങ്ങണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. മരുമകനെയും ആ സ്ഥാനത്തേക്ക് എത്തിക്കണം. ഇങ്ങനെ ചില ലക്ഷ്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് 3ാം വട്ടം തുടർഭരണത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള അക്ഷീണ പ്രയത്നങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരുന്നത്. അതിൻ്റെ ഇപ്പം ഏറ്റവും അവസാനം വന്നിരിക്കുന്നതാണ് എന്നോടൊപ്പം നിങ്ങളും, അല്ലേ, CM വിത്ത് മീ, കാരണഭൂതനോടൊപ്പം നിങ്ങളും കൂടി പങ്കുചേരുക എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിലെ ആകർഷണ വലയത്തിൽപ്പെട്ട് ചേർന്ന് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ 3ാം വട്ടം കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ എല്ലാവരെയും എടുത്ത് പുറത്തെറിയും. എല്ലാത്തിനും വിപരീതമായിട്ടും പലതും ഇവിടെ സംഭവിക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.